നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ വളരെയധികം ചൂട് കൂടിക്കൊണ്ട് വരികയാണ്. ഉഷ്ണതരംഗം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കോട്ടയം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ ഉഷ്ണതരംഗ സൂര്യതാപമേറ്റ് മരണം വരെ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കേണ്ട കുറെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ്, സൂര്യാതാപം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനായി നമ്മുടെ കോട്ടയം SH മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ജിഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെയധികം ചൂട് കൂടുതലാണ്, രൂക്ഷമായ ചൂടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് സൂര്യാഘാതം, ആ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ ജിഷ, SH മെഡിക്കൽ സെന്ററിലെ മൈക്രോബയോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വളരെയധികം ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും നാളുകൾ ഉള്ളതിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 40 to 43 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പല ജില്ലകളും നിൽക്കുന്നത്. പല ജില്ലകളും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പല ജില്ലകളിലും ഉണ്ട്. അപ്പം പല ആൾക്കാർ മരണപ്പെടുന്നു. നമ്മുടെ ടെമ്പറേച്ചർ, എൻവയോൺമെന്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു തെർമോസ്റ്റാറ്റ് മെക്കാനിസം ഉണ്ട്. അതായത് നമ്മുടെ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ. അതായത് യൂഷ്വലി നമ്മൾ വേർക്കുക, സ്വെറ്റിംഗ് മെക്കാനിസംസ്, അങ്ങനത്തെ മെക്കാനിസം വെച്ചിട്ടാണ് യൂഷ്വലി ബോഡി നമ്മുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ എൻവയോൺമെന്റ് ടെമ്പറേച്ചർ ഒരു പരിധിയിലേറെ കൂടുമ്പോൾ ആ മെക്കാനിസംസ് ഫെയിൽ ആവുകയും ബോഡിക്ക് ടെമ്പറേച്ചർ കൺട്രോൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ശരീരം വളരെയധികം ചൂടാവുകയും നമുക്ക് കൂളിംഗ് മെക്കാനിസംസ് ഒന്നുമില്ല. ഒരു 101-102 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ ശരീരം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ സൂര്യാഘാതം അനുഭവപ്പെടുന്നത്. അതായത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അമിതമായ തലവേദന, വളരെയധികം ക്ഷീണം, തലകറക്കം, പിന്നെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ബോഡിയിൽ ബേൺസ് മാർക്ക്, പൊള്ളലേൽക്കുന്ന പാടുകൾ, അങ്ങനെ വരികയാണ് നമ്മൾ യൂഷ്വലി സൂര്യാഘാതം വരുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഡോക്ടർ, ഒരു സൂര്യാഘാതം ഒരു വ്യക്തിക്ക് ഏറ്റുകഴിഞ്ഞാൽ അതിന്റെ പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കടുത്ത ചൂടുകളിൽ യൂഷ്വലി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് യൂഷ്വലി സൂര്യാഘാതം ഏൽക്കുക. ലൈക്ക് ഇപ്പം എന്തെങ്കിലും പുറം പണി ചെയ്യുന്ന ആൾക്കാർ, പെയിന്റിങ് ജോലികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് ഉള്ള വർക്കായിട്ട് മണ്ണ് നിറയ്ക്കുക, അങ്ങനത്തെ ഉള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായും ഈ സൂര്യാഘാതം ഏൽക്കുക, അല്ലെ പാടത്ത് പണിയുക. അപ്പം ബേസിക്കലി ആദ്യം ഇത് ഏൽക്കാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അതായത് ലൈക്ക് ഈ ഒരു എക്സ്ട്രീം ടെമ്പറേച്ചർ 11 to 3 ആ ടൈമിൽ പുറത്ത് ഇറങ്ങാതിരിക്കുക, പുറത്ത് പണിയാതിരിക്കുക. വർക്കൊക്കെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 11 o'clock കൂടെ നിർത്തുക, പിന്നെ ഒരു ലേറ്റ് ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അതാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൊട ചൂടുക, നടക്കുമ്പോൾ കൊട ചൂടുക, വെയിലത്ത് പുറത്ത് അധികം നടക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം പ്രിവെന്റ് ചെയ്യേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ, സൂര്യാഘാതം വൺസ് ഏറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് ബോധക്ഷയമോ തലകറക്കമോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗി ഒരു കിടക്കുന്ന സ്ഥലത്ത് വെയിലാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ തണലത്തേക്ക് മാറ്റുക. വായുസഞ്ചാരം മാക്സിമം, ആൾക്കാർ കൂടി നിൽക്കാതെ വായുസഞ്ചാരം മാക്സിമം കിട്ടുന്ന രീതിയിൽ ആ രോഗിയെ നമ്മൾ എക്സ്പോസ് ചെയ്യുക. ഷർട്ട് അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഊരി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതായിട്ടുള്ള ഒരു തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് സൂര്യാഘാതം ഏറ്റ ഒരു രോഗിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ എന്നുള്ളത്. അപ്പൊ ഡോക്ടർ, ഈ ഒരു സമയത്ത്, ഈ ഒരു സൂര്യാഘാതം ഒക്കെ കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 2.5 ലിറ്റർ to 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക. അത് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പം ബേസിക്കലി AC-യിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അധികം ദാഹം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 2.5 ലിറ്റേഴ്സ് to 3 ലിറ്റേഴ്സും അതിൽ കൂടുതൽ 4 ലിറ്റേഴ്സ് വരെ വെള്ളം കുടിക്കാം.
പിന്നെ അധികമായി ഇപ്പം മാംസാഹാരങ്ങൾ അധികം ഒഴിവാക്കുക. പച്ചക്കറികൾ, വെള്ളം കൂടിയ പച്ചക്കറികൾ, കുക്കുംബർ, അങ്ങനത്തെ സലാഡ്സ്, ഗ്രീൻ ലീഫി സലാഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാം. പിന്നെ സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോഴത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാംഗോ ആണ്. അത് സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ ഫുഡ് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാതെ ഒരു ചെറിയ ചെറിയ ആഹാര ക്രമീകരണം ഏർപ്പെടുത്തുക. കുറച്ച് ഭക്ഷണം അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുക. ചായ, കാപ്പി, എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ ചായ, കാപ്പി എന്നുള്ളത് വെള്ളത്തിൽ കൂട്ടാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ചായയുടെയും കാപ്പിയുടെയും മെക്കാനിസം അത് ബോഡിയിൽ നിന്ന് വെള്ളം കളയുക എന്ന ഡയൂററ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ്. അപ്പം ചായ, കാപ്പി, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ വളരെ കുറച്ച് കൂടുതലും വെള്ളം, മോരും വെള്ളം, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസസ്, അങ്ങനത്തെയുള്ള ജ്യൂസുകൾ, പാനീയങ്ങളിലോട്ട് മാറുന്നതായിരിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം. അപ്പൊ ഡോക്ടർ, ഇപ്പൊ പലപ്പോഴും പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ്, ഇപ്പൊ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ കൂടി ഒരുപാട് വരുന്നതാണ്, നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ടതിന് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം നമ്മൾ പെട്ടെന്ന് എടുത്ത് കുടിക്കുന്നു. അതിപ്പോ നമ്മളിൽ പലരും വെയിൽ കൊണ്ടിട്ട് ഓടി വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അത് എങ്ങനെയാണ്, നമ്മളിപ്പോ വെയിലത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ വെള്ളമൊക്കെ കുടിക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ്? യൂഷ്വലി നമ്മളിപ്പം പുറത്തെ ടെമ്പറേച്ചർ ഇത്രയും ഹൈ ആയതുകൊണ്ട് പുറത്ത് വെയിൽ കൊണ്ടിട്ട്, വളരെയധികം വെയിൽ കൊണ്ട് വേർത്ത് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞ് വളരെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ത്രോട്ടിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് ലൈക്ക് ചെറിയ കുട്ടികളിലാണെങ്കിൽ നമുക്ക് ആ ത്രോട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലൈക്ക് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ഫരിഞ്ചൈറ്റിസ് എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി വന്ന് നല്ല ചൂടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ ബോഡിക്കും ഒരു കറക്റ്റ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ നിന്ന് ഉടനെ എടുത്ത് തണുത്ത വെള്ളം കുടിക്കാതെ ഒന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലോട്ട് വരുന്ന വരെ കൂൾ ചെയ്യാൻ വെക്കുകയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടർ, ഈ ഒരു സമയത്ത് ഇപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ആൾക്കാരാണ് ഒരു രണ്ട് വിഭാഗമാണ്, കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഗർഭിണികളും. അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് അസുഖമായിക്കോട്ടെ പെട്ടെന്ന് ബാധിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെ ആയിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ഈ രണ്ട് വിഭാഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുടെ വെക്കേഷൻ ടൈമാണിത്. അപ്പോ കൂടുതലും അവര് കളിക്കാനും അവര് പുറത്തിറങ്ങി കളിക്കാനും ഇഷ്ടപ്പെടുന്ന ടൈമാണിത്. പക്ഷെ നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും ടെമ്പറേച്ചർ ഉള്ളപ്പോൾ കുട്ടികളെ നമുക്കിപ്പോൾ പുറത്ത് കളിക്കാൻ വിടാത്തതായിരിക്കും എപ്പോഴും നല്ലത്. ആ ഒരു പീക്ക് ടൈം ആയിട്ടുള്ള ഒരു 11 o'clock to 4 o'clock ആ ടൈമിൽ നമ്മൾ കുട്ടികളെ കഴിവതും പുറത്ത് ഇറക്കാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല മരങ്ങളോ തണലോ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഒത്തിരി അമിതമായി വ്യായാമം ചെയ്യിപ്പിക്കാതിരിക്കുക. ലൈക്ക് ഓടിച്ചാടി അധികം ഓടിച്ചാടി കളിക്കുക. അപ്പം ശരീരത്തിലെ വെള്ളം വീണ്ടും നമുക്ക് സ്വെറ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അമിതമായി വ്യായാമം ചെയ്യിപ്പിക്കാതിരിക്കുക. ധാരാളം വെള്ളം കുടിപ്പിക്കുക. കുട്ടികൾക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പം നമ്മൾ അവരെ അതൊരു കറക്റ്റായിട്ട് ഒരു ഫോളോ ചെയ്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് വെള്ളം കുടിപ്പിക്കുക. അവർക്ക് സാധാ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, മോര്, കരിക്കിൻ വെള്ളം, അതുപോലത്തെ പാനീയങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുക. പിന്നെ പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടയർഡ്നെസ് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ UTI പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന കോമൺ ആയിട്ടുള്ള ടൈമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൂടുതലായും നമ്മൾ വെള്ളം കുടിപ്പിച്ച് ഈ UTI പിള്ളേരെ കെയർ ചെയ്യുന്ന പോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിനോടും കറക്റ്റ് അളവ് എടുത്ത് വെള്ളം കുടിച്ച് UTI പോലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ അവരെയും കൂടെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഈ ഒരു സമയത്ത് ഈ ചൂട് കാലത്ത് നമ്മൾ ഈ ഉഷ്ണതരംഗം പോലുള്ള കാര്യങ്ങളല്ലാതെ മറ്റു പല രോഗങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണ്? അതിൽ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്? യൂഷ്വലി ചൂട് കാലത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് വെള്ളം
ശുദ്ധവെള്ളത്തിന്റെ അവൈലബിലിറ്റി വളരെയധികം കുറയും. അപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാവരും വെള്ളം വാങ്ങിക്കുക അല്ലെങ്കിൽ കിട്ടുന്ന വെള്ളം കുടിക്കുക എന്നുള്ള ഒരു രീതിയാണ് എല്ലായിടത്തും ഉണ്ടാവുന്നത്. അപ്പം യൂഷ്വലി വെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങളായിട്ടുള്ള മഞ്ഞപ്പിത്തം, അതായത് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ഇ അങ്ങനത്തെ അസുഖങ്ങളാണ് കൂടുതലും ചൂടുകാലത്ത് നമുക്ക് വരുന്നത്. പിന്നെ വൈറൽ ഡിസീസായ ചിക്കൻ ബോക്സിന്റെ ഒരു പീക്ക് ടൈമാണ് ഈ മാർച്ച് ഏപ്രിൽ ടൈം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് തലവേദന, തലകറക്കം, അങ്ങനെ ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതും ഈ ചൂടുകാലത്ത് നമ്മൾ കാണാറുണ്ട്. പിന്നെ കൺജങ്ക്റ്റിവൈറ്റിസ്, യൂഷ്വലി കൺജങ്ക്റ്റിവൈറ്റിസും ഈ ചൂടുകാലത്ത് നല്ല പീക്കായിട്ട് കാണുന്ന അസുഖമാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ഏതെങ്കിലും കടകളിൽ പോയി വെറുതെ ഉള്ള വെള്ളം കുടിക്കാതെ നല്ല ബോട്ടിൽഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. പിന്നെ വൈറൽ ഡിസീസസ് ലൈക്ക് ചിക്കൻ ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സ നേടുക. വന്ന രോഗിയെ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക. കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ തന്നെയും ഡോക്ടറുടെ സഹായം തേടുക, ഡോക്ടറെ കാണിക്കുക, ഐ ഡോക്ടേഴ്സിനെ കാണിക്കുക, ഐ മെഡിസിൻസ് യൂസ് ചെയ്യുക, പ്രോപ്പറായി ഹാൻഡ് വാഷിങ്, കൈ എപ്പോഴും നല്ല കഴുകി, കണ്ണിലൊന്നും അധികം തൊടാതെ കൈ എപ്പോഴും കഴുകി വൃത്തിയായി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികൾ. അപ്പൊ ഡോക്ടർ വളരെയധികം നന്ദി. ഇത്രയും വിലപ്പെട്ട അറിവ് ഈ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് മുതലായ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു. അപ്പൊ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? സൂര്യതാപം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് വരാതിരിക്കാനുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഡോക്ടർ നമ്മോട് പറഞ്ഞു തന്നു. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരം മുൻകരുതലുകളെല്ലാം എടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഇനിയും ഇത്തരത്തിൽ സൂര്യതാപമേറ്റ് മരണങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരോടും എല്ലാവരോടും തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുൻകരുതലുകളെല്ലാം എടുപ്പിച്ച് എല്ലാവരും അവരവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കോട്ടയം SH മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ നിന്നും ടീം ജാഗ്രത.